യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചരിത്രം പഠിക്കാനും പുസ്തകങ്ങൾ എഴുതാനുമൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തികളുണ്ട്. അവരുടെ കൃതികളെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു. പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ. 2025 ആരംഭം മുതൽ ഈ പുസ്തകത്തിൽ നിന്നുള്ള ധ്യാനചിന്തകൾ നമുക്ക് ആഴ്ചതോറും ധ്യാനിക്കാം. 28 അധ്യായങ്ങളുള്ള ഈ ചരിത്ര പുസ്തകത്തിന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന പേരാണ് കൂടുതൽ യോജിക്കുന്നത്. മൂന്നാം സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയത്. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ കൂടുതൽ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ സഹചാരിയാണ് ഗ്രന്ഥകാരനായ ലൂക്കോസ്. ലൂക്കോസ് ഒരു ഗ്രീക്ക് വംശജനും ഒരു വൈദ്യനുമാണ് എന്ന് ചരിത്രം പറയുന്നു. സുറിയയിലെ അന്ത്യോക്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ലൂക്കോസ്. ജാതികളിൽ നിന്ന് ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന ഗ്രേക്കനായിരിക്കണം ഈ ലൂക്കോസ്. പൗലോസിന്റെ ക്ലേശങ്ങളിൽ പലതും ശാരീരികമായിരുന്നതിനാൽ തന്നെ സഹചാരിയായ ലൂക്കോസ് പൗലോസിന് വളരെ സഹായമായിരുന്നു. എന്നാൽ തൻ്റെ വൈദ്യശാസ്ത്ര മികവുകളൊന്നും തന്നെ പ്രയോഗിക്കാനോ പ്രശസ്തി നേടാനോ ലൂക്കോസ് മുതിർന്നില്ല എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ശരീരത്തിനും ആത്മാവിനും വേണ്ടിയുള്ള വൈദ്യനായി പൗലോസ് അപ്പോസ്തലനോടൊപ്പം വേല ചെയ്ത കൂട്ടുയാത്രക്കാരൻ കൂടിയായിരുന്നു ഈ ലൂക്കോസ്. പുതിയ നിയമ എഴുത്തുകാരിൽ ഏക യവനൻ, അതായത് ഗ്രീക്കുകാരായ എഴുത്തുകാരൻ ലൂക്കോസാണ്. ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും പുതിയ നിയമത്തിലെ ഈടുറ്റ പുസ്തകം തന്നെയാണ്. ഈ രണ്ട് പുസ്തകങ്ങളും തെയോഫിലോസ് എന്ന ആളിനാണ് എഴുതിയത് എന്ന് ഈ പുസ്തകങ്ങളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. തെയോഫിലോസ് എന്നതിൻ്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നാണ്. ആയതിനാൽ തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും വേണ്ടിയുമാണ് താനിത് എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഏതോ മാന്യനായ റോമൻ ഉദ്യോഗസ്ഥനായിരിക്കണമെന്നും അഭിപ്രായങ്ങളുണ്ട് ഈ തെയോഫിലോസിനെ പറ്റി. എന്തായിരുന്നാലും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിശ്വാസ ജീവിതം നയിക്കേണ്ടുന്ന ഓരോ വ്യക്തിക്കുമുള്ള ക്രിസ്തീയ ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ഈ പുസ്തകം കൊണ്ട് ലൂക്കോസ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ സുവിശേഷം കൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് എന്നാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്കിത് കാണാം. യേശു കർത്താവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർപ്പ്, പുനരുത്ഥാനം എന്നിവ ഈ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. തൻ്റെ പുനരാഗമനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ശിഷ്യന്മാർ എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ അത്ര പെട്ടെന്നൊന്നും കർത്താവ് വരില്ല എന്ന് മനസ്സിലാക്കിയ ലൂക്കോസ് 1-ാം തലമുറയിലെ വിശ്വാസികൾ കടന്നു പോകുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ഒരു ചരിത്രരേഖ ചമച്ചുണ്ടാക്കണം എന്ന പ്രേരണയാൽ ഈ ഗ്രന്ഥം എഴുതി എന്ന് നമുക്ക് അനുമാനിക്കാം. സുവിശേഷത്തിൽ യേശു നേരിട്ട് ചെയ്ത കാര്യങ്ങളും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ ചെയ്ത പ്രവൃത്തികളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിമസഭയുടെ ചരിത്ര പുസ്തകമായി ഈ പുസ്തകം. റോമാ സാമ്രാജ്യം ക്രിസ്തുവിനെ ക്രൂശിലേറ്റി. എന്നാൽ മരണത്തെ ജയിച്ച് ക്രിസ്തു ഉയർത്തു. തങ്ങളുടെ നിയമം കൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ അവർ തളച്ചിടുവാൻ ശ്രമിച്ചു. യഹൂദന്മാരുടെയും ബദ്ധശത്രുവായിരുന്നു യേശു. ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയതോടുകൂടി അത് അവസാനിച്ചു എന്ന് അവരും കരുതി. ഈ രണ്ടു കൂട്ടരും, യഹൂദന്മാരും റോമക്കാരുമായിരുന്നു ക്രിസ്തീയ സഭയുടെ പ്രഥമ പീഠകന്മാർ. അന്നത്തെ കാലത്ത് അനേകം വ്യാജ മതങ്ങളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദവും ഭൂതാവേശവും വിഗ്രഹാരാധനയും ഇവയൊക്കെ നിലനിരുന്നപ്പോൾ യഥാർത്ഥ സത്യദൈവത്തെയും സത്യസഭയെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഈ പുസ്തകം വളരെ സഹായകമായി മാറി. അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ ഇവരുടെ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് ഈ പുസ്തകത്തിൽ പ്രധാനമായും കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മറ്റനേക നേതാക്കളും സാധാരണക്കാരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിച്ചു, അവർ വിശ്വാസത്തിൽ എന്തൊക്കെ ചുവടുകൾ വെച്ചു എന്നതിന് ഒരു രൂപരേഖ ലൂക്കോസ് ഇവിടെ നൽകുന്നുണ്ട്.
1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. രണ്ടുപേരും തമ്മിൽ പല സാമ്യങ്ങളുമുണ്ട്. പത്രോസ് ചെയ്യുന്നതെല്ലാം തന്നെ അല്പം കൂടുതലായി തന്നെ പൗലോസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും സഭയ്ക്ക് വേണ്ടി മല്ലയുദ്ധം ചെയ്ത കായിക അഭ്യാസികളാണ്. ഏലിയാവിനെയും എലിശയെയും പോലെ 2 പ്രവാചകന്മാർ കൂടിയാണ്. ശീമോൻ പത്രോസായി മാറി, ശൗൽ പൗലോസായി മാറി. ഈ പുസ്തകം ഇന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക്, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്ത് നമുക്കിതിൽ നിന്ന് പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. യേശുവിൻ്റെ അവസാനമായ കൽപ്പനയായിരുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണമെന്ന്. അപ്പോസ്തലന്മാർ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവർ അന്നത്തെ ലോകത്തിൻ്റെ അതിരുകൾ വരെ പോയി സുവിശേഷം അറിയിച്ചു എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങി നിന്ന രക്ഷ ജാതികളിലേക്ക് വ്യാപരിച്ചതുപോലെ ഇന്ന് സകല ജാതികളിലേക്കും ഗോത്രങ്ങളിലേക്കും ഈ സുവിശേഷം വ്യാപരിക്കണമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ കാലത്തും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം. അതൊരു പ്രത്യേക ജാതിക്കോ വർണ്ണത്തിനോ മാത്രം ഉള്ളതല്ല എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടായ്മ, ഉപദേശം, വിശ്വാസം എന്നിവയെ പറ്റിയുള്ള ശരിയായ പഠിപ്പിക്കൽ ഈ പുസ്തകത്തിൽ നിന്ന് ഇന്നും നമുക്ക് പഠിക്കാം. ഒരുവൻ ക്രിസ്തുവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അതിനാൽ തന്നെ പഴയ കാര്യങ്ങൾ വെച്ച് അവനെ അളക്കാതെ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്താൻ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പ്രാധാന്യം അന്നും ഇന്നും പ്രസക്തമാണ്. പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ ജയിച്ച ആദിമസഭ ഇന്നും നമുക്ക് വഴികാട്ടിയാണ്. പ്രശ്നങ്ങളില്ലാത്ത ഭവനങ്ങളോ സഭകളോ ഇല്ല. എന്നാൽ പ്രശ്ന പരിഹാരം നടത്തി ആത്മാവിൻ്റെ നിയോഗത്താൽ അവയെ കൈകാര്യം ചെയ്യുന്ന വിധങ്ങൾ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാവർക്കും എപ്പോഴും സംശയ നിവാരണത്തിനും ഉപദേശത്തിനും നടത്തിപ്പിനും സഹായകമായ രീതിയിൽ ഈ പുസ്തകം നമുക്ക് നൽകി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആത്മാവിൽ എഴുതപ്പെട്ട വചനം, ആത്മാവിൻ്റെ പ്രവൃത്തികൾ പഠിക്കുവാനും ആത്മാവിൽ നിറയുവാനും പ്രവർത്തിക്കുവാനും ഈ പുസ്തക പഠനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.